ശരി, സുജ പറഞ്ഞോളൂ. ശരി, അന്വേഷണത്തിന് വേഗം കൂടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോ എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമല്ലേ. അപ്പോൾ ജനുവരി 5 ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കുകയും വേണം. കോടതി ഇത്രയും പറഞ്ഞിട്ട് അതും ജാമ്യാപേക്ഷയിന്മേൽ ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുകയാണ് കോടതി. 5-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാനായി. ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ടത് ജനുവരി 5-നാണ്. അന്വേഷണത്തിനുള്ള സമയപരിധി നീട്ടിക്കൊടുത്ത സമയപരിധി ജനുവരി 15 ആകുമ്പോൾ തീരുകയും ചെയ്യും. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. 5-ാം തീയതി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 90% ഫിനിഷ് ചെയ്യുകയും വേണം. ഇന്നിപ്പോൾ 20-ാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യം 15 ദിവസമേ മുന്നിലുള്ളൂ. ആ 15 ദിവസത്തിനിടയിൽ അവധി ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ക്രിസ്മസിനെ കുറിച്ചും ന്യൂ ഇയറിനെ കുറിച്ചും പറഞ്ഞത് ഈ ആഘോഷങ്ങളൊക്കെ SITക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി എങ്ങനെ തീർക്കും എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായും അവർക്കുണ്ടാകാം. പ്രത്യേകിച്ചും ഈ ബിഗ് ഗൺസ് ആരാണ് എന്നുള്ള ജിമ്മി ജെയിംസിന്റെ സംശയം ന്യായമാണ്. അതാരാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ആരാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് നടത്തിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നടത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മറ്റ് കാര്യങ്ങൾ എല്ലാം ആ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു പൊതുവൽക്കരണത്തിലേക്കായിരിക്കും പോവുക. അങ്ങനെയല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, അത് ഈ ബിഗ് ഗൺസ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ തന്നെ തന്ത്രി സംശയ നിഴലിലാണ്. എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം പോകണം. അതിപ്പോൾ A ആണോ B ആണോ C ആണോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. ഇതിപ്പോൾ SITയെ നിയോഗിച്ച ബെഞ്ച് അല്ല, ഇത് ജാമ്യാപേക്ഷയിന്മേൽ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇന്നലെ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് EDയുടെ കാര്യത്തിലേക്ക് വരാം. നേരത്തെ EDയുടെ കാര്യം നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുകൊണ്ട് എന്താണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ EDയുടെ നിർദ്ദേശത്തിൽ ED പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജി വിജിലൻസിന് മുന്നിൽ ED കൊടുത്ത അപേക്ഷയാണ്. ആ അപേക്ഷയിന്മേൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സത്യവാങ്മൂലത്തിൽ എന്താണ് കണ്ടന്റ്, അതുകൂടി നമ്മൾ പരിശോധിച്ച് തന്നെ പോകണം. അതാണ് ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ഈ അന്വേഷണത്തിൽ എന്താണ് EDയുടെ റെലവൻസ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകൾ, അതൊക്കെയാണ് അവർ എടുത്തിരിക്കുന്ന സോഴ്സസ്. ആ സോഴ്സസ് അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് ചിലരും ചേർന്ന്, ആ മറ്റു ചിലർ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റു ചിലർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും വാതിൽ പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം തട്ടിയെടുത്തു. അത് PMLA ആക്ട് അനുസരിച്ച് ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിൽപ്പെടുന്ന IPC സെക്ഷൻ 467 പ്രകാരമുള്ള കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പൊതുസേവകർക്കും പങ്കുണ്ട്. പൊതുസേവകർ എന്ന് പറയുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ലല്ലോ. അപ്പോൾ ഈ ബിഗ് ഗൺസിലേക്കുള്ള ഒരു ഹിന്റ് ED കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ച് അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്, അല്ലാതെ ബിഗ് ഗൺസിനെ കുറിച്ച് ആരും ഉണ്ടയില്ല വെടിവെക്കുന്നതല്ല. ഈ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീണ്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനിയിപ്പോൾ EDക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്താൻ, കണ്ടുകിട്ടാൻ, PMLA പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ അതിനൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിൽ അധികാരമുണ്ട്. അതാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രേഖകളുടെ പകർപ്പിനായിട്ട് എന്ന് മുതൽ തുടങ്ങിയതാണ് ശ്രമമെന്നറിയാമോ? ഒക്ടോബർ 15-ാം തീയതിയാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖകളുടെ പകർപ്പിനായിട്ട് അപേക്ഷ കൊടുത്തത്. അത് കഴിഞ്ഞ് ഈ അപേക്ഷ 2 ദിവസം കഴിയുമ്പോൾ മജിസ്ട്രേറ്റ് കോടതി നിരസിക്കുകയാണ്. അത് കഴിഞ്ഞ് നവംബർ 13-ാം തീയതി ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുക്കുന്നു. ആ ഹർജി കൊടുത്തതിന് ശേഷം ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പകർപ്പിനായിട്ട് വിചാരണ കോടതിയെ സമീപിക്കാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് കൊല്ലത്തെ കോടതി ഈ കാര്യങ്ങളിൽ EDക്ക് അനുകൂലമായ, EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിനാധാരമായി ഇപ്പോൾ ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, അതാണല്ലോ ആ അന്വേഷണ റിപ്പോർട്ടാണല്ലോ ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങിയതെന്നുള്ളത് അത് ഒക്ടോബർ 9-ാം തീയതി വന്ന ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ക്രമക്കേടുകൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ പിന്നാലെ അതിലേക്ക് വഴിതിരിച്ചു വിട്ട് അതൊരു വിവാദമാക്കി യഥാർത്ഥത്തിൽ നടന്ന ഈ ക്രൈമിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം നടക്കുന്നുണ്ട്. അത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ചേർന്നാണോ ചെയ്യുന്നത് എന്നതാണ് അറിയേണ്ടത്. എന്താണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം? അതിൽ ഈ രേഖകളിലെ വൈരുദ്ധ്യം സംബന്ധിച്ചുള്ള കാര്യം തന്നെ അത് അന്വേഷിച്ച് തന്നെ പോകണമെന്നേ. അത് ഈ സ്വർണം പൂശിയ ചെമ്പ് തകിടുകളെ വെറും ചെമ്പാക്കി മാറ്റി എഴുതിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഈ 2 ക്വസ്റ്റ്യനും ഇതുവരെ ഒരു ക്ലാരിറ്റിയുള്ള ഒരു ആൻസർ വന്നിട്ടില്ല. അത് ഈ പറയുന്ന അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ മാത്രമാണ് എന്ന രീതിയിലേക്ക് അങ്ങ് ഒതുക്കാനാണ് നോക്കുന്നത്. ആ ഒതുക്കുന്നതിന് വേണ്ടിയാണോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പത്മകുമാറിനെ നിർത്തിയിരിക്കുന്നത്? അതാണ് ചോദ്യം. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല, പക്ഷെ പത്മകുമാർ ഈ കുറ്റമേൽക്കണം. അങ്ങനെയുള്ള ഒരു ഡീലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള അറിയാൻ അയ്യപ്പ വിശ്വാസികളായ എല്ലാവർക്കും അവകാശമുണ്ട്. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവകാശം
അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം എല്ലാത്തിലേക്കും നടക്കണം. പലയിടങ്ങളിൽ നിന്നായി 989 ഗ്രാം, അതാണല്ലോ ഇപ്പൊ പറയുന്ന പ്രധാനപ്പെട്ട ക്യാപ്സൂളുകളിൽ ഒന്ന് ഈ 989 ഗ്രാം വേർതിരിച്ചെടുത്തു. അതിൽ പുതിയ പ്ലേറ്റിങ്ങിന് വേണ്ടി 404 ഗ്രാം ഉപയോഗിച്ചു. ബാക്കി 474 ഗ്രാം കട്ടികളാക്കി ഇപ്പോൾ കൽപേഷാണ് ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. SITയുടെ അന്വേഷണം അടുത്തതായി എത്തുക കൽപേഷിലേക്കാണ്. അപ്പോൾ കൽപേഷാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയുള്ള ഡയറക്റ്റ് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ അസോസിയേറ്റ് നിൽക്കുന്ന ആൾ. അപ്പോൾ കൽപേഷിന്റെ അറസ്റ്റിലേക്ക് മാത്രം പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിൽ ഈ പറയുന്ന സ്വർണത്തിന്റെ ഗ്രാം കണക്കിനുള്ള കണക്ക് മാത്രം പറയുന്നതിനപ്പുറം ആരാണ്, ഹൂ ഗേവ് ദ ഡയറക്ഷൻ, അതാണ് അറിയേണ്ടത്. ആരാണ് ആ നിർദ്ദേശം കൊടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി ഇവിടെ ഒരു സ്പോൺസർ എന്നതിനപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടത്തിക്കൊണ്ടുപോകൽ നടത്താൻ, സ്വർണ്ണക്കടത്താണ് അവിടെ നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ, അത് എന്ന് പറയുന്നത് വിശ്വാസ പ്രാധാന്യമുള്ള സാധനങ്ങളാണ്. അത് കടത്തിക്കൊണ്ട് പോകുന്നത് എന്തായാലും വെറുതെ സ്വർണ്ണം ഒരുക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അങ്ങനെ വെറും 50-60 പവൻ സ്വർണ്ണത്തിന് വേണ്ടി മാത്രം നടത്തിയതാണ് ഈ ആക്ടിവിറ്റി എന്നുള്ളത് ആരാണ് വിശ്വസിക്കുക? ഇതല്ലെന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ കൊണ്ട് നടത്തി പൂജ നടത്തിയില്ലായിരുന്നെങ്കിൽ, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സാക്ഷാൽ ജയറാം തന്നെ, അയ്യപ്പൻ പറയിപ്പിച്ചതായിരിക്കും ജയറാമിനെ കൊണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ മനുഷ്യൻ ഒരു സത്യസന്ധനായതുകൊണ്ട് ഞാൻ പൂജ ചെയ്തു, ഇന്ന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ പൂജ നടത്തി എന്ന് ജയറാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതെങ്ങനെയാണ് ഈ വിശ്വാസത്തെ കച്ചവടം ചെയ്തത് എന്നുള്ള കാര്യം പുറത്തു വന്നത്. അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിട്ട് ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനുള്ള കൃത്യമായിട്ടുള്ള റിട്ടേൺസും കിട്ടിയിട്ടുണ്ടാകണം. ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത ഈ രേഖകളൊക്കെ ചോദിച്ചത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല ഈ കാര്യങ്ങൾ ഇപ്പോൾ ആ എന്തൊക്കെ രേഖകളാണോ ഉള്ളത് അതൊന്നും എന്തായാലും മീഡിയയിലേക്ക് വരാൻ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടെങ്കിൽ നമ്മളത് വെളിയിൽ പറയുന്നതും ശരിയല്ല. അന്വേഷണം നടക്കട്ടെ, അത് വസ്തുനിഷ്ഠമായി തന്നെ അന്വേഷണം നടക്കട്ടെ. ED എടുക്കുന്ന മറ്റ് കേസുകളുടെ അല്ലെങ്കിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുടെ ഒക്കെ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള കണക്കുകൾക്കപ്പുറം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നേ. ഇതിൽ കൃത്യമായി ബ്ലാക്ക് മണിയുടെ ഡീൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. ഇതിൽ എന്താണ് നടന്നിട്ടുള്ള ഡീൽ എന്നുള്ളതാണ് പുറത്തു വരേണ്ടത്. ആ ഡീൽ പുറത്തു വരുന്നതിന് ഈ ബിഗ് ഗൺസിലേക്ക് അന്വേഷണം പോയേ പറ്റൂ. അത് മാത്രമേ സത്യം പുറത്തു വരുള്ളൂ. ED അന്വേഷിക്കേണ്ട കള്ളപ്പണം വെളുപ്പിക്കൽ എന്തായാലും കേരള പോലീസ് അന്വേഷിച്ചാൽ പുറത്തു വരില്ല. അത് അന്വേഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് ED തന്നെ അത് അന്വേഷിക്കണം. അപ്പോൾ ആ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. ED വരുന്നതിന് സമയത്ത് മാത്രമേ ED വരൂ. ഇപ്പൊ ED പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് മുടങ്ങുന്നുണ്ട്. കേരളത്തിലെ കാര്യത്തിൽ ED കുറച്ച് എന്തായാലും ഈ രേഖകളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇത്രയും വിറയ്ക്കുന്നത് എന്തിനാ? അന്വേഷണം നടക്കട്ടെ. രേഖ ചോദിച്ചതല്ലേ ഉള്ളൂ. രേഖ കാണുമ്പോഴേ വിറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തു വരുമ്പോൾ എന്തായിരിക്കും വിറയൽ, തുള്ളൽ പൈ പോലെയാകും. ഞാൻ പറഞ്ഞോട്ടെ. എന്തായാലും ഇപ്പോൾ ഡിസംബർ 20-ാം തീയതിയാണ്. അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ ഒന്നും തെരഞ്ഞെടുപ്പില്ല. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ മാർച്ച് അവസാനമോ ഏപ്രിലോ ആയിരിക്കും. അപ്പോഴൊന്നും അല്ലല്ലോ ED വന്നത്. അതിന് മുൻപ് തന്നെ ഈ കാര്യത്തിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് എന്തിനാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പേടി വരുന്ന എന്തിനാണ്? PR സുനിലിന് പോലും, അതായത് സർക്കാരിന്റെ ഭാഗത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരുന്ന PR സുനിലിന് വരെ ഭയമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ന്യായം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ന്യായം ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. അത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. ശരി, കുഴപ്പമില്ല, അത് ഓരോരുത്തർ അഭിപ്രായമല്ലേ. ശരി, അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. സർക്കാർ പറയുന്ന അല്ലെങ്കിൽ CPIM പറയുന്ന ന്യായങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്റെ തോന്നലായിരിക്കാം. ഞാനത് പ്രേക്ഷകർക്ക് വിടുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ അതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാവുക തന്നെ വേണം. അന്വേഷണത്തിന് വേഗം കൂട്ടിയില്ലെങ്കിൽ ഇനി അടുത്തത് SITയെ നിയോഗിച്ച ഹൈക്കോടതി ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ശകാരമായിരിക്കും. ഇപ്പോൾ ഈ ബെഞ്ചിൽ നിന്ന് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന വേളയിൽ ഉണ്ടായതിനും അപ്പുറത്തേക്കായിരിക്കും പോവുക. കൃത്യമായി തന്നെ കോടതി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം കൃത്യമായി ആരാണോ ഈ ക്രൈമിന് നിർദ്ദേശിച്ചയാൾ, ആരാണോ ആ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ വ്യക്തിയിലേക്ക് അന്വേഷണം എത്താതെ ഈ അന്വേഷണം അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി. Meet the editors.